ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നൈറ്റി മെറ്റീരിയൽസിൻ്റെ വീഡിയോ അല്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം നമ്മളൊരു മീഡിയം സൈസിൽ ഉള്ള ഒരു മെറ്റേണിറ്റി ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്രോക്ക് നൈറ്റിയാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയാണ്. അപ്പം താഴെ ഫ്രില്ലൊന്നും ഇല്ലാത്ത, എന്നാൽ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് യോക്ക് പാർട്ടിൻ്റെ അവിടെ ഫ്രില്ലൊക്കെ വെച്ചിട്ട് താഴെ ഫ്രില്ലില്ല കേട്ടോ. അത് നമ്മളുടെ ഫസ്റ്റ് ഫ്രോക്ക് നൈറ്റി മോഡലല്ല, അതല്ല. ഇത് കുറച്ചും കൂടി വ്യത്യാസമായിട്ടുള്ള നല്ലൊരു ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കണം നല്ലൊരു മോഡലാണ്. അപ്പം നമുക്ക് ആ ഒരു കട്ടിങ്ങിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ 290 നൈറ്റി മെറ്റീരിയൽസ് 4 മടക്കിയിട്ടിട്ടുണ്ട്. തേര് ഈ ഭാഗത്തും ഫോൾഡ് ചെയ്ത ഭാഗത്തും നമ്മുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇട്ടേക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സാധാരണ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ഈ തേരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇനി നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്ലീവിൻ്റെ ഇതാണ് അടയാളപ്പെടുത്തുന്നത്. തേരിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇതേപോലെ ടേപ്പ് വെക്കുക. എന്നിട്ട് നമ്മളൊരു 8 ഇഞ്ച് അടയാളപ്പെടുത്തുക കേട്ടോ. സ്ലീവിൻ്റെ നീളം 8 ഇഞ്ച് അടയാളപ്പെടുത്താം. 8 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ പകുതിയും നമുക്ക് ഇവിടെ ഈ സ്ലീവിൻ്റെ നീളത്തിൻ്റെ പകുതിയും നമുക്ക് ഇവിടെ തന്നെ അടയാളപ്പെടുത്താം. പകുതി അടയാളപ്പെടുത്തി. ഇനി ആ പകുതിക്ക് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ സ്ലീവിൻ്റെ, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് സ്ലീവ് കട്ട് ചെയ്യാറ്. അപ്പോൾ ഈ പകുതിയുടെ ഭാഗത്തുനിന്ന് താഴേക്ക് ടേപ്പ് വെച്ചിട്ട് ഒരു 9 ഇഞ്ച് അടയാളപ്പെടുത്താം. 9 ഇഞ്ച് അടയാളപ്പെടുത്തുന്നതാണ് നമ്മുടെ സ്ലീവിൻ്റെ വീതി അടയാളപ്പെടുത്തുന്നത്. ഇനി താഴെ നമ്മൾ ഒരു 8 ഇഞ്ച് കൈയുടെ താഴെ വണ്ണം ഒരു 8 ഇഞ്ചും കൂടി അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ ഒരു 9 ഇഞ്ചിൽ നിന്ന് 8 ഇഞ്ചിലേക്കൊന്ന് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സ്ലീവിൻ്റെ മുകൾ ഭാഗത്തെ ഷേപ്പ് വരക്കണം. അതിന് നമ്മളോട് ഒരു 8 ഇഞ്ച് നീളമുള്ള കൈക്ക് എടുത്തേക്കണം. ആ 8 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ഷേപ്പ് വരച്ചിട്ട് നമുക്ക് ഈ ഒരു 9 ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് ഷേപ്പ് ചെയ്ത് നിർത്താം. അപ്പം നമുക്ക് കൈക്ക് ഒരു ഷേപ്പ് കിട്ടി. ഇനി നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും കട്ട് ചെയ്യണത്. അത് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ചെറിയ പ്ലേറ്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ സ്ലീവ് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഭാഗവും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ 2 പീസ് 2 പാർട്ടാക്കി മാറ്റണം, സെപ്പറേറ്റ് ആക്കണം. അത് ഞാൻ ആദ്യം സ്ലീവ് കട്ട് ചെയ്ത് തരാം. നമുക്ക് സ്ലീവ് ആദ്യം തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. സ്ലീവ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ അറിയാൻ സാധാരണ നമ്മളൊരു നോച്ചിട്ട് കൊടുക്കും. ഇനി നമുക്ക് ഈ ഒരു ഭാഗം, ഞാൻ പറഞ്ഞത് ഈ ഒരു ഭാഗം ജോയിൻ്റ് ആയിട്ടിരിക്കുകയല്ലേ, അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 2 4 പീസാക്കി നമ്മൾ മടക്കിയിട്ടേക്കല്ലേ, ഇത് 2 പീസ് സെപ്പറേറ്റ് ആക്കുക. എന്നിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ 2 പീസ് നമ്മളിത് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടാണ് ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ഇട്ടത് ഇതേപോലെ തന്നെ മടക്കിയിട്ടേക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇതൊരു മീഡിയം സൈസിലുള്ള അളവിലുള്ളൊരു ഫ്രോക്ക് നൈറ്റിയാണ് നമ്മളിത് കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പീസിൻ്റെ താഴെ ഭാഗമില്ലേ, താഴെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ടേപ്പ് വെച്ചിട്ട് നമുക്കൊരു 46 ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മൾ ഈ ഫ്രോക്ക് നൈറ്റ് ചെയ്യണത്. അപ്പം 2 ഇഞ്ചും കൂടി ഇറക്കം കൂട്ടി തയ്യൽ തുമ്പ് കൂട്ടി എടുത്തിട്ടാണ് 48 ഇഞ്ച് നമ്മൾ കണക്കാക്കണത്. ആ 48 ഇഞ്ച് നീളം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ തുണിയുടെ ഏറ്റവും താഴേന്ന് ടേപ്പ് വെച്ച് 48 ഇഞ്ച് നീളം ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കും. 48 ഇഞ്ച് നീളം അടയാളപ്പെടുത്തും. ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഇതേപോലെ വരച്ച് അറ്റം വരെ വരച്ചു കൊടുക്കേണ്ട ഒരു നീളം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ യോക്കിൻ്റെ ഭാഗത്ത് ചെറിയ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു ഫ്രോക്ക് നൈറ്റി കട്ട് ചെയ്ത് എടുക്കണം നമ്മൾ. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് നമ്മൾ ആദ്യം തന്നെ ഒരു 5.5 ഇഞ്ച് നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ ഒരു 3 ഇഞ്ചും ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തുന്നുണ്ട്.
മനസ്സിലായ? ആദ്യം 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി, പിന്നെ 3 ഇഞ്ച് അടയാളപ്പെടുത്തി. ഈ 5.5 ഇഞ്ചിൽ നിന്നും നമ്മൾ 10.5 ഇഞ്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. താഴേക്ക് ടേപ്പ് വെച്ചിട്ട് ഒരു 10.5 ഇഞ്ച് നീളം. ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്നും ഇങ്ങനെ ഇതേപോലെ 10.5 ഇഞ്ച് നീളം. അതേപോലെ തന്നെ ഈ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്നും താഴേക്ക് 10.5 ഇഞ്ച് നീളം. എന്നിട്ട് ഇത് നമുക്കൊരു സ്ക്വയർ ബോക്സ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. മനസ്സിലാവണ്ട? ഇവിടുന്ന് 5.5 ഇഞ്ച് എടുത്ത് അവിടെ നിന്ന് തന്നെ നമ്മൾ ടേപ്പ് ഒന്നും കൂടി വെച്ച് 3 ഇഞ്ച് എടുത്ത്, എന്നിട്ട് ഈ 5.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ 10.5 ഇഞ്ച് ഇങ്ങോട്ട് നീളം അടയാളപ്പെടുത്തി, ഈ 3 ഇഞ്ച് വരച്ചു കൊടുത്തൊന്നും അടയാളപ്പെടുത്തി 10.5 ഇഞ്ച് തന്നെ. എന്നിട്ട് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തും 10.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇതേപോലെ സ്ക്വയർ ബോക്സ് ആക്കി വരച്ചേക്കണം. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ വീതി വരുന്നത്. ഇത് നമ്മൾ കൂട്ടിയെടുത്തേക്കണത് നമുക്ക് ഇവിടെ കുറച്ച് പ്ലീറ്റ്സുകൾ ഇടാനുണ്ട്. അപ്പം അത് നമ്മൾ കുറച്ചും കൂടി കൂട്ടിയെടുത്താലാണല്ലോ നമുക്ക് ഇവിടെ പ്ലീറ്റ്സ് ഇടാനുള്ളത് കിട്ടുള്ളൂ മെറ്റീരിയൽ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂട്ടിയെടുത്തേക്കണത്. അപ്പം നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഈ ഒരു 3 ഇഞ്ചും കഴിഞ്ഞ് ഇനി 2.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം ആ 2.5 ഇഞ്ചിലാണ് നമ്മൾ ഈ 3 ഇഞ്ചിൻ്റെ ഇപ്പുറത്തിട്ട് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് താഴേക്ക് നമ്മുടെ കൈക്കുഴിയാണ് അടയാളപ്പെടുത്തുന്നത്. കൈക്കുഴി നമ്മളൊരു 7.5 ഇഞ്ചോളം അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കട്ടിങ് വന്നത് ഇങ്ങനെയാണ് കേട്ടോ. 7.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആ തേര് ഭാഗത്തേക്ക് വരെയും അത് മുട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സാധാരണ നമ്മൾ ഈ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അങ്ങനെയാണ് നമ്മൾ കൈക്കുഴിയുടെ ഷേപ്പ് വരച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ ഈ 1.5 ഇഞ്ച് വരച്ചതിൻ്റെ ഭാഗത്തേക്ക് കൂടി വന്നിട്ട് ഈ ഒരു തേര് ഭാഗത്തേക്ക് കൈക്കുഴി വരച്ചു കൊടുത്ത്. അപ്പം കൈക്കുഴിയുടെ ഭാഗം കഴിഞ്ഞ് ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കും. എന്നിട്ട് ഇത് ഞാൻ കാണിച്ചു തരാം. പറയുന്നേക്കാളും കൂടുതൽ കാണിച്ചു ചെയ്താക്കണേ നല്ലത്. അപ്പം ഇത് ഇങ്ങനെയാണ് കട്ട് ചെയ്യണത്. മൊത്തത്തിൽ നമ്മൾ വീതി 8.5 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കണത്. 10.5 ഇഞ്ച് നീളവും. ഈ 48 ഇഞ്ച് നീളം ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടി നമുക്ക് അറ്റം വരെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിവിടെ കൈക്കുഴിയും നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാം. കൈക്കുഴിയും കട്ട് ചെയ്ത് ഇനി ഈ പീസ് ഇങ്ങനെയാണ് വരുന്നത് കണ്ട. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ആദ്യം 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചില്ലേ ഈ പീസിന്, ആ പീസിൻ്റെ ആ ഭാഗത്ത് കൂടി നമ്മളിവിടെ അത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയും വീതി നമുക്ക് ഈ ഒരു യോക്ക് പോർഷന് മതി. ഈ കൂട്ടി എടുത്തേക്കണമെന്ന് വെച്ചാൽ ഇതുമ്മ നമുക്ക് പ്ലീറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി എടുത്തേക്കണതാണ്. ഇത് നമുക്ക് എന്തെങ്കിലും പീസ് നമുക്ക് പടി വെച്ച് കൊടുക്കാനൊക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ സിബ് വെക്കാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത് ഈ പീസ് കളയരുത്, നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ കണ്ട ഈ ഒരു പീസാണ് നമുക്ക് ഇനി വെക്കാനുള്ളത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ ചേർത്ത് വെച്ച് ഈ പീസ് ചേർത്ത് വെച്ച് കൊടുക്കുമ്പോൾ കണ്ട ഇത്രയും ഭാഗം നമുക്ക് ഇവിടെ കിട്ടണില്ലേ. ഇത്രയും ഭാഗം കൊണ്ട് നമ്മൾ ഇതിന് പ്ലീറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ചെറിയ പ്ലേറ്റ് കേട്ടോ, ചെറിയ എന്ന് വെച്ചാൽ വളരെ ചെറിയ പ്ലേറ്റ്സുകൾ ഇത്രയും തുണികൾ കൊണ്ട് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കണം. അതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ പൈപ്പിംഗ് ചെയ്യണമെങ്കിൽ പൈപ്പിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലൈസ് വെച്ചിട്ട് ഈ പാർട്ടൊന്ന് വേർതിരിക്കുന്ന വിധത്തിൽ അതൊരു മോഡലായിട്ട് നമുക്ക് ചെയ്ത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കട്ടിങ്. ഇനി ഇത് ഫ്രണ്ട് പാർട്ടാണ്. ബാക്ക് പാർട്ട് നമ്മൾ ലൈനായിട്ടാണ് കട്ട് ചെയ്യണത്. ചുരിദാർ കട്ട് ഉണ്ടല്ലോ, നമ്മൾ സാധാരണയായിട്ട് ചുരിദാർ കട്ടായിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അത് നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം കാണിച്ചു തരാം. നമ്മളെപ്പോഴും കാണിക്കുന്നതാണ്. ഇനി ആർക്കെങ്കിലും ഒരു സംശയത്തിന് ഇത് വേണ്ടല്ലാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് ഞാൻ വേഗം കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ബാക്ക് പാർട്ടും നേരത്തെ തുണിയിട്ടില്ല എന്ന പോലെ തന്നെ നീളത്തിൽ വിരിച്ചിട്ടിട്ട് താഴെ നിന്ന് തന്നെയാണ് ഇതിനും നമ്മൾ നീളം കണക്കാക്കണത്.
താഴെ ഇതേപോലെ താഴ്ത്തുനിന്ന് ടേപ്പ് വെച്ച് 48 ഇഞ്ച് ഇറക്കം നമ്മളോട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മളിനി കഴുത്തിൻ്റെ വീതി, ബാക്കിലെ കഴുത്തും അതേപോലെ ഷോൾഡറും കൈക്കുഴിയൊക്കെ അടയാളപ്പെടുത്തുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നിട്ട് തന്നെ 2-2.25 ഇഞ്ചോളം വീതി കഴുത്തിന് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2.25 ഇഞ്ച് വീതി അടയാളപ്പെടുത്തി. എന്നിട്ട് ഇതേ താഴേക്ക് 3.5 ഇഞ്ച് കഴുത്തിൻ്റെ നീളം അടയാളപ്പെടുത്തി. എന്നിട്ട് ഇതേ അതൊരു സ്ക്വയർ ബോക്സ് പോലെ വരച്ചിട്ട് ഒരു യു ഷേപ്പ് വരച്ചു കൊടുക്കുക. കണ്ടോ? ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ അളവുകളൊക്കെ എടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് തന്നെ അങ്ങോട്ടേക്ക് ടേപ്പ് വെച്ച് ഒരു 7 ഇഞ്ചോളം ഷോൾഡർ അടയാളപ്പെടുത്തി. ആ ഷോൾഡർ അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മളൊരു 7.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. കൈക്കുഴി അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. 7.5 ഇഞ്ച് നീളം കൈക്കുഴിക്ക് അടയാളപ്പെടുത്തി കൊടുത്ത് ആ നീളം 7.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് അളവ് 12 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. 12 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് എന്നിട്ട് ഇതൊരു എൽ സ്ക്വയർ ഇതേപോലെ ഇങ്ങനെ വരച്ചിട്ട് ഇതിൻ്റെ കോർണർ കിട്ടണ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് 1.5 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മൾ കൈക്കുഴിയുടെ ഷേപ്പ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ 1.5 ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഈ ചെസ്റ്റ് അളവിൻ്റെ അറ്റത്തേക്ക് കൈക്കുഴിയുടെ ഷേപ്പ് വരച്ചു കൊടുക്കണം. ഇനി അതേപോലെ തന്നെ നമുക്ക് വേസ്റ്റ് അളവും ഹിപ്പും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കട്ടിങ്ങിൻ്റെ ഇത് കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 14 ഇഞ്ച് നമ്മുടെ വേസ്റ്റ് അളവിന് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഒരു 20-21 ഇഞ്ച് നമ്മളുടെ ഹിപ്പിൻ്റെ ഭാഗം 20 ആയാലും മതി കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ വേസ്റ്റ് അളവ് ഇത് ഈ ചെസ്റ്റിനേക്കാൾ നമ്മൾ 1 ഇഞ്ച് കുറവെടുത്തിട്ട് 11 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്ത്. അതേപോലെ തന്നെ ഹിപ്പ് നമ്മളുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അത്രയും തന്നെയാണ് നമ്മൾ ഹിപ്പ് എടുക്കണത്. അതും അടയാളപ്പെടുത്തി കൊടുത്ത്. എന്നിട്ട് നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വേസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് വരച്ച് ഹിപ്പിൻ്റെ ആ ഭാഗത്തേക്ക് വരച്ചിട്ട് ഹിപ്പിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ തേരിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി നിർത്തി കൊടുത്ത്. ഇതാണ് ഇതിൻ്റെ ഒരു കട്ടിങ്. കണ്ടോ? നമ്മളെപ്പോഴും ഞാനിത് വേഗം പറഞ്ഞു പോകണതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ചെയ്യണതാണ് ചുരിദാർ കട്ട് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ഒക്കെ ഇഷ്ടം പോലെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പിന്നെയും പറഞ്ഞ് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വേഗം പറഞ്ഞു പോണത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു കട്ടിങ്. ഇത് നമ്മളിനി ബാക്കിലെ കഴുത്തും ഷോൾഡറും കൈക്കുഴിയും വെട്ടിയെടുത്ത് ഇതേപോലെ നമ്മൾ വരച്ചേക്കണ ആ ഭാഗത്ത് കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ബാക്കിൻ്റെ ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സൈഡിൽ നിന്ന് കിട്ടണം. അപ്പോൾ ഈ ബാക്കിലെ ഭാഗം നമ്മൾ ഇതേപോലെ ഷേപ്പ് ചെയ്താണ് കട്ട് ചെയ്യണത്. ഫ്രണ്ട് പാർട്ട് അതേപോലെ ഷേപ്പ് ചെയ്യണില്ല. അതേപോലെ തന്നെ അവിടെ കിട്ടണ അത്രയും വീതി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 290 നൈറ്റി മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതിന് അത്രയും വീതിയല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ മടക്കിയിടുമ്പോൾ 17 ഇഞ്ച് വീതി ആയിരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മടക്കിയിടുമ്പോൾ 17 ഇഞ്ച് വീതി ഇതിന് കിട്ടുള്ളൂ കേട്ടോ. മൊത്തത്തിൽ 34 ഇഞ്ച് വീതി. അപ്പോൾ ഈ സൈഡിൽ നിന്ന് കിട്ടണ ഈ ബാക്ക് പീസ് നമ്മൾ ഷേപ്പ് ചെയ്ത് വെട്ടുമ്പോൾ ഈ സൈഡിൽ നിന്ന് കിട്ടണ ഈ പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനൊരു ബാക്കിലൊരു ടൈ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, വലിച്ച് കെട്ടാനായിട്ട്, ഒരു ഷേപ്പ് കിട്ടാനായിട്ട്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എല്ലാം കൂടി കാണിക്കുമ്പോൾ വീഡിയോ ലെങ്ത് ആയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പീസിൽ നിന്നാണ് നമ്മളത് കട്ട് ചെയ്ത് എടുക്കണത് കേട്ടോ. ബാക്കിലേക്ക് വള്ളി വെച്ച് കൊടുക്കാനുള്ളത് ഈ ഒരു സൈഡിൽ നിന്ന് കിട്ടുന്ന പീസിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ നമുക്കൊരു കാര്യം കൂടി കാണിക്കാനുണ്ട്. ഞാനപ്പോൾ അത് തയ്ക്കുമ്പോൾ കാണിക്കാമെന്നാണ് വിചാരിച്ചത്. ഫ്രണ്ടിലെ പീസിൻ്റെ ഭാഗത്ത് നമ്മൾ കഴുത്ത് നീളം കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതേപോലെ പീസാണല്ലോ കട്ട് ചെയ്തെടുത്തേക്കണം. അതാണ് നമ്മുടെ യോക്ക് പാർട്ട് എന്ന് ഞാൻ പറഞ്ഞല്ല. അപ്പോൾ ഈ ഒരു പീസും വേണം നമ്മുടെ ഫ്രണ്ട് കഴുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് ഞാനിതിപ്പോൾ 2.25 ഇഞ്ചോളം വീതി എടുക്കുന്നുണ്ട് കഴുത്തിന്. അവിടെ നിന്ന് നമ്മൾ താഴെ ഒരു 6 ഇഞ്ചോളം നീളവും കഴുത്തിന് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ഒരു സ്ക്വയർ ബോക്സ് ആക്കിയിട്ട് വരച്ച് നമുക്കിഷ്ടമുള്ള ഷേപ്പ് ഇതിന് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു എൽ സ്ക്വയറൊക്കെ പോലെ വരക്കൂലേ, അതുപോലെയാണ് വരച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ സ്ക്വയറായിട്ട് വരക്കണമെങ്കിൽ വരക്കാം, അതല്ല ഒരു യു ഷേപ്പായിട്ട് വരക്കണമെങ്കിൽ അങ്ങനെ വരക്കാം, അല്ലെങ്കിൽ നമുക്ക് യു ഷേപ്പ് ആക്കാം അല്ലേ. അപ്പം ഞാൻ യു ഷേപ്പായിട്ട് ഇങ്ങനെ ഒരു വട്ടക്കഴുത്ത് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്യണം കാണിക്കാം. പിന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്കൊരു സംശയം വരണ്ട.
എന്താ എന്നിട്ട് ഈ ഒരു പാർട്ട് ഇതേപോലത്തെ ഇത് ഇപ്പം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി മടക്കിയിട്ടേക്കാണ്. ഇതേപോലെ തന്നെ ഒരു പീസ് അടിയിൽ ഇതേ അളവിൽ തന്നെ വെട്ടിയെടുത്തിട്ട് അടിയിലൊന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ 3 വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കഴുത്തിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് കുറച്ചും കൂടി കട്ടി കിട്ടും. അതെല്ലാം ഒരു ലൈനിങ്ങും സ്പോഞ്ചൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതിലും അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ആണ് പോയി കണ്ടത്. ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും താങ്ക് യു.